വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബർഗറിൽ ഇറങ്ങി. ബർഗറിൽ നമ്മൾ ഹോട്ടൽ റൂം ചെക്കിംഗ് ഒക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി നമ്മളിപ്പോൾ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇല്ല അല്ലേ നമ്മളില്ല, ഇശലിക്ക് ഭയങ്കര കാലുവേദന. അപ്പോൾ ഇശല് പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇശല് ഇങ്ങനെ റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് നേരെ ഇവിടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏതൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നോക്കാനുണ്ട്. ഓക്കെ, ഇവിടെ മഴ ഒന്നുമില്ല, അത്യാവശ്യത്തിൽ നല്ല കുറച്ച് സണ്ണി ഡേ ആൻഡ് ക്ലിയർ വെതർ, നല്ല കാറ്റുണ്ട്. അതെ അതെ, നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 4:30 മണി. ഞാൻ റൂമിൽ നിന്നോ ഞാൻ വിചാരിച്ചു വേണ്ട, ജാക്കറ്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തിറങ്ങിയപ്പോൾ ചെറുങ്ങനെ തണുപ്പ് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹോട്ടൽ എവിടെയാണ്? ഇതാണ് സ്റ്റേഷൻ, ഇതിൻ്റെ അപ്പുറത്താണ്. ബാക്കൊക്കെ കണ്ടില്ലേ നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്ക് ഭാഗം. ഇതാണ് ബർഗൻ സ്റ്റേഷന്. ബർഗൻ സ്റ്റേഷനിൽ നമ്മൾ ഇവിടുന്ന് ഒരു 600 മീറ്ററാണ് ഇപ്പോൾ കാണുന്നത് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിലേക്ക്. ഇവിടെ കണ്ടോ, ഇതൊക്കെ ക്ലോസ് ആയി കിടക്കണെന്ന്. ഇവിടെ ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളി അതിനെ കൊണ്ടായിരിക്കണം ഈ ഷോപ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയി കിടക്കുന്നുണ്ട്. എവിടെ? ഇത് കണ്ടോ സീകൾ, ഇവിടെ ആരോ ഫുഡ് ഇട്ട് കൊടുത്തിക്കണ്. സീകളും പിജിയനും. അപ്പം നടന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ കാണാൻ വലിയൊരു മോണിമെൻറ്റോ അങ്ങനെ സംഭവം കാണാം. അവിടെ ഇതിൽ ചുറ്റുമായിട്ട് ഒരു പ്രതിമകൾ കാണാം ആളുകളെ. ഇവിടെ 3, ഇവിടെ 3. നമ്മളവിടെ ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് അങ്ങനത്തെ ആളുകളുണ്ടല്ലോ, അതുപോലത്തെ ആളുകളായിരിക്കും ഇവിടുത്തെ. ഇത് ചുറ്റിലുണ്ടല്ലോ. നമ്മളിവിടെ വിജയനെ പറപ്പിക്കാം. വിജയനെ നാട്ടി കളിക്കുക. അവര് വിജയനെ കളിച്ചത്. ഫാമിലിക്ക് സോഫ്റ്റ് ആണല്ലോ ഫാമിലി. അമ്മ ഇവിടെ മാംഗോ ബാർ. ഇവിടെ ഒരുപാട് ഷോപ്സും പൂട്ടിക്കുന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ. ക്ലോസ് ആണല്ലോ വിസിറ്റർ സെൻറ്റർ. ഇത് ക്ലോസ്. ഇതാണ് പറഞ്ഞത് ഇന്നത്തെ കാര്യം. ദുഃഖവെള്ളി, അതിനെ കൊണ്ട് ഒരുവിധം സംഭവം ഒക്കെ ക്ലോസാണ്. ടൂറിസ്റ്റ് ഇൻഫർമേഷനും ക്ലോസാണ്. അവിടെ ടൂറിസ്റ്റ് ഇൻഫർമേഷനും ക്ലോസാണ്. വലിയ കുടുക്കായി പോയി. കാരണം നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ടത് ഇവിടുന്ന് അഡ്വാൻസ് ആയിട്ട് എടുക്കണതായിരിക്കും നന്നാവും. എന്നാലേ ടിക്കറ്റ് കിട്ടുള്ളൂ. ചിലപ്പോൾ ചിലത് നമ്മൾ പോയാൽ കിട്ടിക്കോളൊന്നും ഉണ്ടാവില്ല. അപ്പം നാളത്തെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുള്ളത്. നമുക്ക് ഫ്യോർഡ് ക്രൂയിസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അന്ന് തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ ആ ടൈമിൽ കറക്റ്റ് വന്നാൽ മതി. ഇവിടെ ഉണ്ടോ എന്താ സെൻറ്ററിൽ തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്. ഫുഡ് ഇതൊക്കെ ഇതെന്താ ജീവനുണ്ടല്ലോ അമ്മല്ലേ. വലിയ ക്രാബ് കേട്ടോ, അതൊക്കെ ജീവനുള്ള സംഭവമാണ് ഇതൊക്കെ. ഇതിനൊക്കെ അവിടെ ലൈവായിട്ട് പിടിക്കുക, അവിടെ ചുട്ട് തരും.
എന്തൊക്കെയുണ്ട് സാധനം? ഇത് ഫിഷിന്റെ എന്തോ സംഭവമാണ്. ഫിഷിന്റെ നെയ്യ. പക്ഷെ എന്താ വില ഉണ്ടോ? 430 പറഞ്ഞാല് 4000 4300. ഇവിടെ കണ്ടോ, ഇതൊക്കെ ദീപാവലി മുട്ടായി പോലല്ലേ ഇതൊക്കെ? സുഷിയാണ്, ഫിഷാണ്. ഇത് കളർഫുൾ ആയിട്ട് ഓറഞ്ച്, റെഡ്. ആ ഇതൊക്കെ ഉണ്ടോ? വലിയ സാധനം. അതെന്താ ബോളോ? ഇതാ നമ്മളെ കടക്കതാ, നമ്മളെ നാട്ടിലത്തെ കടക്ക. മസില് മസില്. വലിയ വിഷയല്ലോ. തൊള്ള തുറന്നെടുക്കണം. ഒരു ചെമ്മീന്. ഫിഷ് മാർക്കറ്റ് ഇതാ. ഇവിടെ നമുക്ക് വലിയ വലിയ ഫിഷൊക്കെ കാണാം. ക്രാബ്, ലോബ്സ്റ്റേഴ്സ് അങ്ങനത്തെ ഒക്കെ നമുക്ക് ആക്കി തരും. ഇതുകൊണ്ടാണ് ഫിയോഡ് ക്രൂയിസ് ഒക്കെ പോകുന്നത്. അതൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്നുള്ളത് നോക്കണം. കാരണം നമുക്ക് നാളെ പറ്റാണെങ്കിൽ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊന്നും ആ സൈഡിൽ കാണാം നല്ല നല്ല മനോഹരമായിട്ട് കളർഫുള്ളായിട്ടുള്ള ഓരോ ഹൗസസ് പോലത്തെ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫിയോഡ് ഉണ്ട്, ഫിയോഡ് ക്രൂയിസിൻ്റെത്. ഇവിടെ എന്തെങ്കിലും നാളത്തേക്ക് നമുക്കിപ്പോൾ റിസർവ് ചെയ്യാൻ പറ്റുമോ എന്നല്ലയോ എന്ന് അറിയാനും വേണ്ടിയിട്ട് ഇപ്പോൾ നടക്കുകയാണ്. ഇവിടെ നമ്മൾ ക്രൂയിസിൻ്റെ അതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ആണ് ടിക്കറ്റിൻ്റെ ഓഫീസ് ഇതൊക്കെ ക്ലോസ് ആയി കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് ബ്രിഗൺ എന്ന് പറയുന്ന ഏരിയ. ബ്രിഗൺ എന്ന് പറഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള ആ ബിൽഡിങ്സ് നിൽക്കുന്നുണ്ടല്ലോ, യെല്ലോ, റെഡ്, ബ്രൗൺ ഒക്കെ. ആ ബ്രിഗൺ ഏരിയ ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുമ്പോൾ കാണാം നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളും. നമ്മളിപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു ക്രൂയിസ് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചാൽ ബോട്ടിലുള്ള ആളോട്. അപ്പോൾ അത് 2 മണീൻ്റെ ക്രൂയിസ് തിരിച്ചെത്തിയതാണ്. ഇവിടെ 2 മണിക്കും 10 മണിക്കാണ് ക്രൂയിസ് ഉള്ളത്. ടിക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ എവിടെയോ കാണിച്ചു തന്നു. പക്ഷെ അത് ക്ലോസ് ആണ്. ഇനിയിപ്പോൾ നാളെ നോക്കേണ്ടി വരും. നമ്മളിവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ അടിയിൽ നമ്മൾ നോക്കിയപ്പോൾ സംഭവം എന്തെന്നറിയാം, ഫുള്ള് ഫിഷിൻ്റെ ഒരു ഏരിയ കണ്ടോ. നമ്മൾ പുറത്ത് കണ്ടില്ലേ, അതിൻ്റെ വേറൊരു ടൈപ്പ് സാധനങ്ങൾ. ഇതിനെല്ലാത്തിനും ടാഗൊക്കെ ഒത്തിച്ചിട്ടുണ്ട്, QR കോഡൊക്കെ. റേറ്റ് ഒക്കെ 1599 ക്രോണ്, 15000, 15,000. ഇതൊക്കെ 21,000 രൂപ, 21,000. നമ്മൾ അതിൽ കണ്ട ഫിഷിനൊക്കെ നമ്മൾ ആവശ്യപ്രകാരം അവിടെ ആക്കി തരുവാണ് കഴിക്കുക കേട്ടോ. പക്ഷെ മിനിമം ഒരു 10,000 രൂപ, 5,000 10,000 ഒക്കെ ആണുള്ളത് റേറ്റ്. നമുക്ക് അവിടേക്ക് പോവാതെ ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടെ ഫ്ലോയ്ബാൻ എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അവിടെ ഫിനിക്കുലാർ ട്രെയിൻ വെച്ചിട്ട് വേണം അവിടെ പോകാൻ. 6 മണിയായിപ്പോൾ, 6 മണിയാവുന്നു. തണുപ്പ് നന്നായിട്ട് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ബ്രിഗൺ എന്ന് പറയുന്ന ഏരിയയിലാണ്. ബർഗറിലെ മെയിനായിട്ടുള്ളൊരു ഏരിയ ആണ് ബ്രിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഈ ബ്രിഗൺ എന്ന് പറയുന്ന ഏരിയ ആണ്. ആ ബ്രിഗൺ എന്ന് പറയുന്ന ഏരിയയിലുള്ള മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഈ കളേർഡായിട്ടുള്ള ബിൽഡിങ്സ്, കളർഫുൾ ബിൽഡിങ്സ് കണ്ടില്ലേ. ഈ 16, 17 ബിൽഡിങ്സ് കാണാം. താഴെയൊക്കെ ഷോപ്പും കാര്യങ്ങളാണിത്. പണ്ടത്തെ അത് മാത്രമല്ല, ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. ഇവിടെ കാണാം, വെൽക്കം ടു ദ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ബ്രിഗൺ. നമുക്കിതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകും. അതൊക്കെ വുഡൻ ബിൽഡിംഗ് ആണ്. ഇത് കംപ്ലീറ്റ് വുഡൻ ബിൽഡിംഗ്, ഷോപ്സൊക്കെ ഉള്ള.
ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഫ്രണ്ടിലുള്ള ആ ഏരിയ മാത്രം വിചാരിക്കും. ഇതൊക്കെ ഷോപ്സാണ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഷോപ്സാണ്. ഫുള്ള് സോവനിയർ ഷോപ്സ്, പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പ്, അങ്ങനത്തെ ഒക്കെ. പിന്നെ ഇതൊക്കെ 2 തട്ടുള്ള ബിൽഡിങ്സ് ആയിട്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ബ്രിഗുള്ള ഈ ബിൽഡിങ്. Hello vlogger. ബിൽഡിങ് 11 ഒരുമിച്ചിട്ടും പിന്നെ ഇവിടെ ഒരു 6 ഒരുമിച്ചിട്ട് എങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഓപ്പൺ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ, അവിടെ സോവനി ഷോപ്സ് കാര്യങ്ങൾ, വൈൻ പാർലർ, ബിയർ പാർലർ, അങ്ങനത്തെ സംഭവം അതിൻ്റെ അടിയിലുള്ളത്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ ഗുഡ് ഫ്രൈഡേ ആയതിനെക്കൊണ്ട് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ അധികം ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത്. ഹൈവേ കീറിയ ഡ്രസ്സാണല്ലോ, എന്നാലും അറിയാണേ മുമ്പിൽ പോകുന്ന ആൾ കീറിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. അവിടെ മക്ഡൊണാൾഡ്സ് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പാർസൽ വാങ്ങി ഫുഡ് നമ്മൾ ഇനിയിപ്പം നേരെ ഹോട്ടലിലേക്ക് തിരിച്ച് കിടക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് നമ്മളിതാ നമ്മളെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ എത്തി. ഇപ്പോൾ 7:30 മണിയായി. തണുപ്പ് വല്ലാതെ കൂടുന്നു. എമ്മൽക്കും തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. ഞാനും ജാക്കറ്റ് എടുത്തിട്ടില്ല. ഇനി ഇവിടെ അടുത്ത് ബൈപ്പാക്കൻ എന്നൊക്കെ പറയുന്ന ഒരു പാർക്കിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അത് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കാണാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിവിടെ എന്തായാലും ഒരു 3 ദിവസം ഉണ്ടാവും. ഇനി നാളെ നമ്മളിവിടെ ഒന്നെങ്കിൽ ഫ്യോൾ ക്രൂയിസോ അല്ലെങ്കിൽ അവിടെ ഒരു ഫ്ലോയ്ബാനൻ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ്റെ ഏരിയ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കത് അടുത്തതിൽ കാണാം അല്ലേ. നാളെ നമ്മൾ എന്തായാലും ആദ്യം പോകുന്നത് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ പോകും. എന്നിട്ട് അല്ലെങ്കിൽ രാവിലെ തന്നെ ഫ്യോൾ ക്രൂയിസിൻ്റെ അവിടെ പോകും. എന്നിട്ട് അവിടുന്ന് ബാക്കിയുള്ളത് എന്താണെന്ന് തീരുമാനിക്കും അല്ലേ. അത് ഏതായാലും നമുക്ക് അടുത്തതിൽ കാണാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആവുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.